ഹലോ ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആവറേജ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ മിക്ക ചോദ്യങ്ങളും SSCക്കും മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ആവറേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉത്തരം കിട്ടും. കാരണം മൾട്ടിപ്ലൈ ചെയ്ത് ലോങ് മെത്തേഡായിരിക്കും മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ടാവുക. പക്ഷേ വെറും 20 സെക്കൻഡിനുള്ളിൽ ചോദ്യം ഉത്തരം ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ആവറേജ് ഓഫ് 12 ബോയ്സ്, 12 കുട്ടികൾ ആവറേജ് 14. ഇഫ് എ ടീച്ചർ ജോയിൻസ് ദെൻ ആവറേജ് ബിക്കംസ് 13. അപ്പോൾ ടീച്ചറും കൂടി ജോയിൻ ചെയ്താൽ മൊത്തത്തിൽ 13 ആൾക്കാരെ ആവറേജ് 16 അപ്പോൾ ടീച്ചറെ ആവറേജ് എത്ര? ഇതാണ് ചോദ്യം. നമ്മൾ നോർമൽ എന്ത് ചെയ്യുക, 12 × 14 - 13 × 16 എന്നൊക്കെ പറഞ്ഞ് ഉത്തരം കിട്ടും. പക്ഷെ അത് ലോങ് മെത്തേഡാണ്. നമുക്ക് ആവശ്യം ഷോർട്ട് കട്ടാണ്. പക്ഷേ ഷോർട്ട് കട്ട് വെച്ചാൽ ഡയറക്റ്റ് ഫോമിൽ നമ്മൾ സുമാർ ബൈഹാർട്ട് പിടിച്ചിട്ട് കാര്യമില്ല, അത് ഓർമ്മയുണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്കൊരു മെത്തേഡ് എന്ന് വെച്ചാൽ ഈ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഒന്നിൻ്റെ ആവറേജാണ് കാണേണ്ടത്. അപ്പോൾ ടോട്ടലിൻ്റെ ആവറേജ് 13 തന്നിട്ടുണ്ട്. 12 ഇതും ഒരാളെ ആവറേജാണ് നമുക്ക് കാണേണ്ടത്. ഒരാൾ ആവറേജ് പറഞ്ഞാൽ ഒരാൾ ടോട്ടൽ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ 14 എടുക്കും. 14 പ്ലസ് ഈ 14ഉം 16 തമ്മിൽ വ്യത്യാസം എത്ര? 2. ടോട്ടലിലേക്ക് പോകുമ്പം പ്ലസ് ചെയ്യുക ഇൻറ്റു ഈ നമ്പർ, ടോട്ടലിൻ്റെ നമ്പർ 13 ഡിവൈഡ് ബൈ ഈ നമ്പറാണ് 1. ഇത് കാണുമ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഇത് എളുപ്പമുള്ള മെത്തേഡാണ്. അപ്പോൾ 14 പ്ലസ് 13 × 2 26. അപ്പോൾ 40 ഡയറക്റ്റ് ഉത്തരമായി. അപ്പോൾ ടീച്ചർ ആവറേജ് ആൻസർ C 40. ഇതേ സാധനം നമുക്ക് വേറെ മെത്തേഡിലും ചെയ്യാം. അതായത് 12ൻ്റെ ആവറേജ് നമ്മളിപ്പോൾ പറഞ്ഞു 14, 13ൻ്റെ ആവറേജ് 12, ടീച്ചർ ജോയിൻ ചെയ്യുമ്പോൾ 16 ഇനി നമുക്ക് ഒരാളെ ആവറേജ് കാണേണ്ടത്. ഒരാളെ ആവറേജ് പറഞ്ഞാൽ ടോട്ടലിനെ. ഇത് നമുക്ക് നേരത്തെ നമ്മൾ 14 എടുത്തത്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, 16 എടുത്തോ. 16 എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ഈ ഡിഫറൻസ് എത്ര? 2 ഇൻറ്റു ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മൾ, കാരണം 16 നമ്മൾ ബേസ് ആയിട്ട് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റു 2 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 1 തന്നെ. അപ്പോൾ 16 പ്ലസ് 12 × 24, അപ്പോൾ 40 തന്നെ. ഇത് ജസ്റ്റ് നിങ്ങൾ ആ ഒരു മെത്തേഡൊന്ന് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം, ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. രണ്ടാമത്തെ ചോദ്യം, ആവറേജ് ഓഫ് 6 നമ്പറിൻ്റെ ആവറേജ് 32. 1 നമ്പർ ഈസ് റിമൂവ്ഡ്, അപ്പോൾ എത്രയായി? 5. 1 നമ്പർ 48 ഈസ് റിമൂവ്ഡ്, അപ്പോൾ ഒരു നമ്പർ 48 തന്നെയാണ് ആവറേജ്. ബാക്കി 5 നമ്പർ, ഫൈൻഡ് ദ ആവറേജ് ഓഫ് റിമൈനിങ് നമ്പർ. അപ്പോൾ 5 നമ്പറിൻ്റെ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 32 എടുക്കുക. 32 ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കണം വെച്ചാൽ നേരത്തെ നമ്മൾ ടോട്ടലിലേക്കാണ് പോയത്, ഇപ്പം ഇത് തമ്മിലാണ്. അപ്പോൾ 32 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 32 48ലേക്ക് പോകുന്നത് -16. കാരണം ഒരാൾ 48ആണ്. അപ്പോൾ ഈ 5 ആൾക്കാർ എന്തായാലും കുറയണമല്ലോ, എന്നാലേ 32 ആവറേജ് ആക്കി നമുക്ക് കിട്ടൂ. അപ്പോൾ -16 ഇൻറ്റു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ 1 ഡിവൈഡ് ബൈ എത്ര? ഈ നമ്പർ ഏതാണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ നമ്പർ ബൈ 5. അപ്പോൾ 32 -16/5, അതായത് 3.8. അപ്പോൾ 28.8 ആൻസറായി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേതും, ഇപ്പോൾ 6ന് 32, ഒരാളത് 48. ഇനി 5 ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ 32 ബേസായി എടുത്തത്. ഇനി 48 എടുത്തോ. 48 എടുത്തു. 48 ടോട്ടലിലേക്കല്ലേ പോകുന്നത്, അപ്പോൾ മൈനസ് ചെയ്യാം. 32 - 16 48 - 32 16 ഇൻറ്റു ഈ 6, കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്കല്ലേ പോകുന്നു. ഈ 6 ഡിവൈഡ് ബൈ 5. അപ്പോൾ 48 - 16 96/5. ഇതിൽ സെയിം ഉത്തരം കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ, ദ ആവറേജ് മാർക്ക് ഓഫ് 15 സ്റ്റുഡൻസ് ഈസ് 48. ഇഫ് ദ ആവറേജ് മാർക്ക് ഓഫ് ഫസ്റ്റ് 8 സ്റ്റുഡൻറ്റ്, 8 ആളെ ആവറേജ് 46, ആൻഡ് ദാറ്റ് ഓഫ് ലാസ്റ്റ് 8 സ്റ്റുഡൻറ്റ് അത് 51. അപ്പോൾ ഫൈൻഡ് ദ മാർക്സ് ഒബ്റ്റെയിൻ ബൈ ദ 8 സ്റ്റുഡൻറ്റ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് 8ഉം പിന്നെ ലാസ്റ്റ് 8ഉം. അപ്പോൾ നടുവിലത്തെ ഒരാൾ 2 പ്രാവശ്യം വരും. ഓക്കെ, അത് നമ്മൾ മെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നേരത്തെ മെത്തേഡിലേക്ക് ഇത് എങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 15 ആൾക്കാരെ 48. ഓക്കെ,
ഇനി 8 ആളുണ്ട് 8 ആളുണ്ട്. അപ്പോൾ ഇതിൻ്റെ 16 ആൾക്കാരെ ആവറേജ് എത്രയായിരിക്കും? ഇതിൻ്റെ നടുവിലായിരിക്കും. അപ്പോൾ പ്ലസ് 2.5 48.5. 16 ആൾക്കാർ ആവറേജ് നമുക്ക് 48.5 കിട്ടി. ഇനി നമുക്ക് കണ്ടാരാ ആ നടുവിലത്തെ ഒരാളെയാണ്. ഒരാളെന്ന് പറയുമ്പോൾ നമ്മൾ ഇതായിട്ട് എടുക്കുക, 48.5 48 എടുക്കുക. 48 പ്ലസ് 0.5 ഇവിടുന്ന് ഇങ്ങോട്ടേക്കാവും നമ്മൾ ഇൻറ്റു 16 ഈ സംഖ്യ ഡിവൈഡ് ബൈ 1. അപ്പോൾ 48 പ്ലസ് 8 അപ്പോൾ 56. ആൻസർ സി. കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റ് പോലെ തോന്നുമെങ്കിലും ആദ്യമായിട്ടാണെങ്കിൽ പിന്നെ ജസ്റ്റ് 1-2 പ്രാവശ്യം നിങ്ങൾ തന്നെ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നിങ്ങളെന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈസി മെത്തേഡാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ആവറേജ് ഓഫ് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഫ്രം 12 to 28. ഇത് എളുപ്പമുള്ള ചോദ്യമാണ്. 12 പ്ലസ് 14 അങ്ങനെ പോയി 28 വരെ. അപ്പോൾ നമുക്കറിയാം സമ്മ് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഡിവൈഡ് പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2 ആണ് ഇതിൻ്റെ ആവറേജ്. അതായത് 28 പ്ലസ് 12 ബൈ 2. അപ്പോൾ ആൻസർ 20. സി. അഞ്ചാമത്തെ ചോദ്യം. എ ബാറ്റ്സ്മാൻ ഹാസ് ആൻ ആവറേജ് ഓഫ് 52 ഇൻ 15 ഇന്നിങ്സ്. അപ്പോൾ 15 ഇന്നിങ്സിൻ്റെ ആവറേജ് എത്രയായി? 52. ഹൗ മെനി റൺസ് മസ്റ്റ് ഹി സ്കോർ ഇൻ ദ നെക്സ്റ്റ് ഇന്നിങ്സ് ടു ഇൻക്രീസ് ആവറേജ് ബൈ 2. അപ്പോൾ അടുത്ത കളിയിൽ എത്രയാണ് സ്കോർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മൊത്തം 16 കളിയിൽ എത്ര ഇൻക്രീസ് ചെയ്യണം ആവറേജ് ബൈ 2. അപ്പോൾ 54 ആവണം. അപ്പോൾ ഇതിലെത്ര സ്കോർ ചെയ്യണം? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് 52 എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എത്രയായി? 2 ഇൻറ്റു ഈ സംഖ്യ 16 ഡിവൈഡ് ബൈ 1 തന്നെ. അപ്പോൾ 52 പ്ലസ് 32 ആൻസർ 84. ആറാമത്തെ ചോദ്യം. അപ്പോൾ 25 വർക്കറെ സാലറി 9200, മാനേജറിൻ്റെ സാലറി ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ 26 ആൾക്കാരായില്ലേ? അപ്പോൾ എത്രയായി? 10,000. ഇത് നമുക്ക് ഒരാൾ, അത് ആ മാനേജറിൻ്റെ സാലറി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 99,200 ബേസാക്കി എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ഇതാണ് നമ്മൾ ടോട്ടലിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. പ്ലസ് 800 ഈ ഡിഫറൻസ് ഇൻറ്റു ഏതിലേക്കാണ് പോകുന്നത് അത്. അപ്പോൾ 26 ഡിവൈഡ് ബൈ ഈ നമ്പർ 1. അപ്പോൾ അപ്പോൾ 30,000. ആൻസർ ബി. ഏഴാമത്തെ ചോദ്യം. ആവറേജ് മാർക്ക് ഓഫ് ബോയ്സിൻ്റെത് എത്ര? 68. ഗേൾസിൻ്റെത് 72. അപ്പോൾ ടോട്ടൽ നമ്പർ തന്നിട്ടുണ്ട്. ഇപ്പോൾ 20 ബോയ്സിൻ്റെത് 68, 30 ഗേൾസ് 72. അപ്പോൾ ടോട്ടൽ 50 ആണ്. 50ൻ്റെ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 0 എല്ലാം ക്യാൻസൽ ചെയ്യാം. ഈ മെത്തേഡിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4ഉം 6ഉം 8ഉം 10ഉം വന്നു കഴിഞ്ഞാൽ നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇത് 2ഉം ഇത് 3 ഇത് 5ഉം അങ്ങനെ. അപ്പോൾ ഞാനിതിപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാൻ 68 എടുത്തു. ഓക്കെ, 68 പ്ലസ് ഈ ഡിഫറൻസ് 4 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 5. അപ്പോൾ 68 പ്ലസ് 12 ബൈ 5 അത് 2.4. അപ്പോൾ 70.4. ആൻസർ സി. നിങ്ങൾക്ക് ഇത് വേറെ മെത്തേഡിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2ൻ്റെ 68ഉം 3ൻ്റെത് 72. അപ്പോൾ 5ൻ്റെത് വേണമെങ്കിൽ 72 ആക്കി എടുക്കാം. 72 പിന്നെ 68ലേക്ക് പോകുമ്പോൾ മൈനസ് പ്ലസ് ഈ -4 ഇൻറ്റു എങ്ങോട്ടേക്കാണോ പോകുന്നത് അപ്പോൾ 2 ഡിവൈഡ് ബൈ 5. അപ്പോൾ 72 -8 ബൈ 5. അപ്പോൾ 72 - 1.6 അപ്പോഴും 70.4. എട്ടാമത്തെ ചോദ്യം. ആവറേജ് വെയ്റ്റ് ഓഫ് എ ക്ലാസ് ഇൻക്രീസസ് ബൈ 1.5 കിലോഗ്രാം
വെൻ എ ബോയ് വെയിങ് 35 kg ഈസ് റീപ്ലേസ്ഡ്. റീപ്ലേസ് ആവുന്ന കേസിൽ നമുക്കൊരു ഫോമുലുണ്ട്, അത് പഠിച്ചാൽ മതി, അതായിരിക്കും നല്ലത്. അത് ന്യൂ വെയിറ്റ് എന്ന് പറയുന്നത് ന്യൂ വെയിറ്റ് ഈക്വൽ ടു ഓൾഡ് വെയിറ്റ് പ്ലസ് ഇൻക്രീസ് ഇൻ വെയിറ്റ് അല്ലെങ്കിൽ ആ ഡിഫറൻസ് ഇൻ വെയിറ്റ് ഇൻ ടു നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആ ടോട്ടൽ നമ്പർ. ഈ കേസിൽ നമ്പർ എന്ന് പറയുന്നത് 40 ഇത് n, ഇത് ഇൻക്രീസ് ഇൻ വെയിറ്റ്. അപ്പം നമുക്കെന്താ ചോദ്യം? ഫൈൻഡ് വെയിറ്റ് ഓഫ് ന്യൂ ബോയ്. ന്യൂ വെയിറ്റ് പറയുമ്പോൾ ഓൾഡ് വെയിറ്റ് എത്രയാണ്? ഓൾഡ് വെയിറ്റ് ഇത് എവിടെ തന്നിട്ടുണ്ട്? 35 കിലോഗ്രാം. 35 പ്ലസ് ഇൻക്രീസ് ഇൻ വെയിറ്റ്, അതായത് 1.5 കിലോഗ്രാം ഇൻ ടു ടോട്ടൽ നമ്പർ. ടോട്ടൽ നമ്പർ എത്ര? 40. അത് 35 60 95. ആൻസർ ഡി. 9ാമത്തെ ചോദ്യം. എ പേഴ്സൺ ട്രാവൽസ് ഫസ്റ്റ് 120 കിലോമീറ്റർ അറ്റ് 40 കിലോമീറ്റർ. ഫൈൻഡ് ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈമാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് പറയുമ്പോൾ 120 പ്ലസ് ഈ 120 ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ 120/40 പ്ലസ് 120/60. അപ്പോൾ അത് 240, 3 പ്ലസ് 2, അപ്പോൾ 240/5, അപ്പോൾ 48. ഇതിങ്ങനെ ചെയ്യുന്ന ഡബിൾ എടുക്കുക, ഡബിൾ ചെയ്യുക, 48. 10ാമത്തെ ചോദ്യം. ആവറേജ് മാർക്ക് ഓഫ് 18 സ്റ്റുഡൻസ് 42. ഇഫ് ദ മാർക്സ് ഓഫ് ദ ടീച്ചർ ആർ ഓൾസോ ഇൻക്ലൂഡഡ് ദ ആവറേജ് ഇൻക്രീസസ് ബൈ 3. അപ്പോൾ 19 ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ 3 എണ്ണം കൂടും, അപ്പോൾ 45 ആവും. ആ ഒരാളെ വെയിറ്റാണ് നമുക്ക് കാണേണ്ടത്, ഒരാളെ മാർക്ക്. അപ്പോൾ നമ്മൾ ബേസ് ആയിട്ട് 42 എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് 3 ഇൻറ്റു 19 ഡിവൈഡ് ബൈ 1. 42 പ്ലസ് 57, അപ്പോൾ 99.